ഈ കല്ലൂരിയ ചെന്നിത്തല സാറും ഈ കല്ലൂരിയ കൊടിക്കുന്നിൽ സാറും ഈ കല്ലൂരിയ കോൺഗ്രസ്സുകാരും ഇപ്പൊ ഇടാൻ പോകുന്ന കല്ലൂരുവോ? മന്ത്രി സജി ചെറിയാന്റെ ഒരു രസികം പ്രസംഗമാണ്. പ്രസംഗത്തിന്റെ കുറച്ച് ഭാഗമാണ് പ്രേക്ഷകർ കേട്ടത്. ചെങ്ങന്നൂരിൽ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൻ്റെ ഓഫീസിലേക്ക്, ചെങ്ങന്നൂർ MLA ആയിട്ടുള്ള തൻ്റെ ഓഫീസിലേക്ക് കോൺഗ്രസ്സുകാരും BJP-ക്കാരും മാർച്ച് നടത്തുന്ന സമയത്തുള്ള കാര്യമാണ് അദ്ദേഹം ഇവിടെ സംസാരിക്കുന്നത്. കോലം കത്തിക്കുന്നതിനെ കുറിച്ചും അദ്ദേഹം രസകരമായിട്ട് സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല, ചെങ്ങന്നൂർ മണ്ഡലത്തിൽ താൻ എന്തൊക്കെയാണ് ചെയ്തതെന്നും വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. രസികം പ്രസംഗം ഒന്ന് എടുത്ത് തന്നെ പറയാം. എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയ കേരളയിൽ വന്നപ്പോ കല്ലിട്ടു. ചെങ്ങന്നൂർ മണ്ഡലത്തിൽ 100ഓളം വീട്ടുകാരെയാണ് കേരളയിൽ വന്നാൽ ബാധിക്കുന്നത്. ചെങ്ങന്നൂർ മണ്ഡലത്തിൽ 1 ലക്ഷം വീടുണ്ടെന്ന് വിചാരിക്കാം, ഏറ്റവും കുറഞ്ഞു, അല്ലെങ്കിൽ 80,000 വീട് എന്തായാലും കാണും. 80,000 വീട്ടിൽ 100ഓളം വീടുകൾ. നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാ. ആ 100 വീട്ടുകാരെ അനാഥരായില്ല. നാഷണൽ ഹൈവേ പണിതപ്പോ എത്രായിരം വീട്ടുകാരെ മാറ്റി പാർപ്പിച്ചു. അവരെല്ലാം പുനരധിവസിപ്പിച്ചു. നല്ല വില കൊടുത്ത് സ്ഥലം ഏറ്റെടുത്തു. കേരളയിൽ വന്നാൽ ഈ 100 വീട്ടുകാരെ പുനരധിവസിപ്പിക്കുമെന്ന് ഗവൺമെന്റ് പറഞ്ഞു. ആ കേരളയിൽ വന്നാൽ തിരുവനന്തപുരം, കൊല്ലം, ചെങ്ങന്നൂർ സ്റ്റേഷനാണ് 3ാമത്തെ സ്റ്റേഷൻ. എന്താ ഇവിടെ നടന്ന പുകില്? ഈ ചെങ്ങന്നൂരിൽ SUCI എന്ന് പറയുന്ന SUCI ഏതാ സാധനം എനിക്ക് അറിയില്ല. ഒരു സാധനമുണ്ട് ഇവിടെ കേൾക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. പാട്ടപ്പീരുമായിട്ടുള്ളത് SUCI വരുന്നുണ്ട്. പിന്നെ ഒരു 5-8 ആളുകൾ എല്ലാം കൂടെ ചേർന്ന് പെരളശ്ശേരിയിലെ ഒരു 5-6 വീട്ടുകാർ. പിന്നെ അങ്ങോട്ട് പോയാൽ അത് കൊടുവല്ലി വരെ എല്ലാം കൂടെ 10, 25, 30 വീട്ടുകാരേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം സമ്മതിച്ചു. ഈ കേരളയിൽ വരട്ടെ, ഞങ്ങളുടെ ഭൂമി കൊടുക്കാം. അപ്പോഴാണ് ഒരു ദിവസം പത്രസമ്മേളനം നടക്കുന്നത്. സജി ചെറിയാന്റെ വീടിന്റെ മണ്ടക്കൂട് വന്ന കേരളയിൽ ഇങ്ങനെ മറച്ച് തെക്കോട്ട് മാറ്റി വടക്കോട്ട് തിരിച്ചു. യൂട്ടേൺ അടിച്ചപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, എന്റെ മണ്ടക്കൂടെ നെഞ്ചത്തോടെ ധാരം പറ്റി ഈ സന്തോഷം. കാരണം ഈ ഭൂമി വീട് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാൻ? ഞാൻ ചത്തു കഴിഞ്ഞാൽ പിന്നെ ആരുമില്ല. 3 പിള്ളേരെ കെട്ടിച്ചു വിടാൻ പോകും. പിന്നെ ഇനി എന്താ ആർക്കുണ്ടാക്കി വെക്കാൻ? അപ്പൊ സജി ചെറിയാന്റെ വീടിന്റെ വീട് വന്നു. പിന്നെ ചേട്ടന്റെ വീടിന്റെ വീട് വന്നു. പിന്നെ MH റഷീദിന്റെ വീടിന്റെ മുളക്കട വന്നപ്പോൾ നേരെ വന്ന് തിരിഞ്ഞ് പഞ്ചായത്ത് ഓഫീസിന്റെ പുറകെ കൂടെ വന്ന് MH റഷീദിന്റെ വീടിന്റെ മണ്ടയിൽ കൂടെ കയറി. എന്തായാലും ചുരുക്കി പറഞ്ഞാൽ ആ പാവങ്ങൾ കൊണ്ട് അളന്നിട്ട കല്ല് മുഴുവൻ ഊരി. രാഷ്ട്രീയം വേണം, രാഷ്ട്രീയം വേണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വികസനം വരുമ്പോൾ രാഷ്ട്രീയം മാത്രം നോക്കിയാൽ മതിയോ? ഈ കേരളയിൽ വരുന്നതിന് ഗുണം എന്താണ്? നിങ്ങൾ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യണം. ലോകത്തെ ഏറ്റവും വലിയ ഹൈസ്പീഡ് റെയിലുള്ള ചൈനയിലാണ്, പിന്നെ ജപ്പാനിലാണ്, പിന്നെ കൊറിയയിലാണ്. ഇന്ന് ചൈനയിൽ ഉള്ള ഏറ്റവും വലിയ ഹൈസ്പീഡ് റെയിലിന്റെ സ്പീഡ് എത്ര അറിയാം? 650 കിലോമീറ്റർ സ്പീഡ്. 650 കിലോമീറ്റർ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കാസർഗോഡ് വരാൻ 1 മണിക്കൂർ വേണ്ട. ഞെട്ടിപ്പോവാണ്. ഇവിടുന്ന് 1 മണിക്കൂറുണ്ട് കാസർഗോഡ് ചെല്ലോ. കോൺഗ്രസ്സുകാരോട് വരാൻ പറഞ്ഞാൽ ഇപ്പൊ മൈക്ക് വെച്ച് നമ്മളെ ചീത്ത വിളിക്കും. ഭ്രാന്തല്ലേ അവന്മാർ എന്ന് പറയുന്നുണ്ട്. മാർസിസ്റ്റുകാർക്ക് ഭ്രാന്തല്ലേ? അയാൾ പഠിച്ചിട്ടാ പറയുന്നത്. ഇവിടെ നിന്ന് ഇവിടെ നിന്നല്ല, തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് ചെല്ലാൻ 1 മണിക്കൂർ വേണ്ട. 1 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് കാസർഗോഡ് ചെല്ലുന്ന ഒരു റെയിൽ സംവിധാനമല്ല നമ്മൾ ആഗ്രഹിച്ചത്. ഒരു സെമി ഹൈസ്പീഡ് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് 4 മണിക്കൂർ ആയിക്കോട്ടെ. ആ ഒരു റെയിൽ സംവിധാനം വരണ്ടേ? നമ്മുടെ നാടുകൾ, നമ്മുടെ കേരളം വികസിച്ചല്ലോ, മാറ്റം വന്നല്ലോ. നമ്മുടെ വീടുകളിലെല്ലാം ഇന്ന് വണ്ടികളാണ്. ഒരു സ്കൂട്ടറെങ്കിലും ഇല്ലാത്തൊരു വീടിന്റെ പേര് പറയാമോ? ആരുടെയും കുറ്റമല്ല. ഒരു വണ്ടി വേണം, ഉടനെ ലോൺ കിട്ടും, ഉടനെ എടുക്കും. ഈ വണ്ടിയെല്ലാം കൂടെ നമ്മുടെ റോഡ് ഇറങ്ങി ഓടുമോ? അടുത്ത ഒരു 25 വർഷത്തേക്ക് സ്വപ്നം കാണണ്ടേ കേരളത്തെ പറ്റി? നമ്മളൊക്കെ മരിച്ചു പോകും 25 വർഷം. ഞാനുൾപ്പെടെ മരിച്ചു പോകും. ജനത്ത് മരിക്കത്തില്ല, അവരൊക്കെ ജീവിച്ചിരിക്കും. പക്ഷെ ഞാൻ മരിക്കാൻ സാധ്യത 25 വർഷം കഴിഞ്ഞു. പക്ഷെ എന്റെ കുഞ്ഞുങ്ങൾ കാണാൻ പറ്റും, എന്റെ സന്തതി, എന്റെ തലമുറയ്ക്ക് കാണാൻ പറ്റും. ഒരു 25 വർഷമെങ്കിലും എടുക്കും ഒരു പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ. പല തടസ്സങ്ങൾ, ഭൂമി ഏറ്റെടുക്കണം, ഇതിന്റെ പണം ഉണ്ടാകണം, പല രൂപത്തിൽ നടപടികൾ, നിർമ്മാണം നടക്കണം. ഒരു 25 വർഷത്തിന് ശേഷം ഈ കേരളത്തിൽ ഒരു സെമി ഹൈസ്പീഡ് റെയിൽ വരുമ്പോ ആ റെയിലിന്റെ അടിത്തറ മാധ്യമന്മാരാണ് ഇവിടുത്തെ BJP കോൺഗ്രസും. ഇത് ഞാൻ പറയുന്നതാണ്, എന്നോടുള്ള ശത്രുത. എന്നിട്ട് അവിടെ എല്ലാം കൊണ്ട് റീത്ത് വെച്ചു. ആ കല്ലെല്ലാം ഊരിയ തെറ്റാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ട് വീണ്ടും ഇട്ടു. പിന്നെ കല്ലൂരുക ഇടുക, കല്ലൂരുക ഇടുക. പിന്നെ നമ്മളത് നിർത്തുക. ഊരുക തിരിച്ചു കേട്ടു. BJPയുടെ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് തരണമെന്നുണ്ട്, തരണമെന്നുണ്ട്. വേണം. ഇങ്ങനെയാണ് അവര്. നട്ടലില്ല. കോൺഗ്രസ്സുകാർക്കാണെങ്കിൽ ഇത് ഒരു കാരണവശാലും വരുന്നത്. വന്ന പിണറായി വിജയന് അടുത്ത പ്രാവശ്യം 3ാം ഭരണം കിട്ടും. അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങയുടെ കാലത്ത് ചെയ്യാൻ പാടില്ല. ഈ പെരളശ്ശേരി ഭാഗത്തൊരു സ്റ്റേഷൻ വന്നായിരുന്നെങ്കിൽ
ഈ ചെങ്ങന്നൂർ രക്ഷപ്പെടത്തില്ല. വോട്ട് മാത്രമാണ് പ്രശ്നം. അവിടുത്തെ എന്റെ സഹോദരന്മാരായിട്ടുള്ള അവർക്ക് ആർക്കെങ്കിലും അവരെ അനാഥമാവും. ഇപ്പൊ അവരെ കുത്തി ഇളക്കിയവരോടൊക്കെ ഞാൻ ചോദിക്കാം, പലരും മാറി, ഇനി 5-6 പേരുടെ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ആരെങ്കിലും നിരാലംബരാക്കി നിങ്ങളുടെ ഭൂമി ഏറ്റെടുത്ത് നിങ്ങളെ വെറുതെ വിടുവോ? വില തന്ന് നിങ്ങളെ മാറ്റിയാൽ നിങ്ങൾക്ക് പൂർണ്ണമായ സുരക്ഷിതത്വം ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ ഭരിക്കുമ്പോ 101% കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു സാഹചര്യത്തിൽ എന്തിനാണ് കേരളയിൽ നിങ്ങൾ എടുത്തത്? ആ റെയിൽ വരട്ടെ. ഇപ്പൊ എന്താ സംഭവിച്ചേ? ഇപ്പോ BJP ഗവൺമെന്റ് ചെങ്ങന്നൂരിൽ നിന്ന് പമ്പയ്ക്കൊരു പദ്ധതി ഉണ്ട്. ഈ പദ്ധതി റെയിൽ പോകുന്നത് ഇതുവഴിയാ. ഇതുവഴി മറ്റേ വഴിയാണ്. ഈ പറയുന്നവരൊക്കെ പറ്റത്തുണ്ടാവും. എന്റെ അടുക്ക പത്രക്കാർ ചോദിച്ചു എന്താണ് അഭിപ്രായം. അപ്പം യോമാലി വിചാരിച്ച് ഞാൻ പോയി ഊരാൻ നിൽക്കുക. ഞാൻ പറഞ്ഞു പമ്പ റെയിൽ വരണം, ഞങ്ങളുടെ പിന്തുണയുന്നുണ്ട്. ഇടതുപക്ഷ മുന്നണിയുടെ മുഖ്യമന്ത്രി പറഞ്ഞു പമ്പ റെയിൽ വരണം, ഞങ്ങൾ ഇതിലൂടെ ഉണ്ട്. എന്താ കാര്യം? ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇപ്പൊ പെർളശ്ശേരി വഴി ഇപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന അലൈൻമെന്റ് തയ്യാറാക്കിയിട്ടുള്ള ഈ റെയിൽ പമ്പ വരെ ചെന്ന് ആ റെയിൽ അവിടെ ചെല്ലുമ്പോൾ ചെങ്ങന്നൂരിന്റെ വികസനത്തിനൊരു നേട്ടം, ഒരു കുതിച്ചുചാട്ടം. ആ പാത കടന്നു പോകുന്ന ഭാഗത്തുള്ളവർക്ക് പുനരധിവാസം ഉണ്ടാവും. ഈ കല്ലൂരിയ ചെന്നിത്തല സാറും ഈ കല്ലൂരിയ കൊടിക്കുന്നി സാറും ഈ കല്ലൂരിയ കോൺഗ്രസ്സുകാരും ഇപ്പൊ ഇടാൻ പോകുന്ന കല്ലൂരുവോ? ഞാൻ വെല്ലുവിളി ചോദിക്കുക, ഇടാൻ പോകുന്ന കല്ലൂരാൻ ധൈര്യമുണ്ടോ? ഞങ്ങളല്ലല്ലോ ഇടുന്നത്, നിങ്ങൾ ഊരില്ല. അതാണ് നിങ്ങളും ഞങ്ങളുമായിട്ടുള്ള വ്യത്യാസം. ഞങ്ങൾ നിലപാടെടുത്തു, വികസനത്തിന് വേണ്ടി പമ്പ റെയിൽ വരണം, കെ റെയിൽ വരുന്നത് പോലെ വരണം. ഈ പമ്പ റെയിൽ വന്നാൽ കെ റെയിലിന്റെ ഭാഗത്തുകൂടി പോകുമ്പോൾ അന്ന് എന്തെല്ലാം ദോഷഫലങ്ങൾ ആളുകളുടെ ഭൂമി ഏറ്റെടുക്കൽ ഉണ്ടാവോ അതേ പ്രശ്നം ഇപ്പൊ വരുന്നു. സംസ്ഥാന ഗവൺമെന്റ് ഇപ്പൊ ഒരു പണം അനുവദിക്കാൻ ഭൂമി ഏറ്റെടുക്കാൻ തയ്യാറായാൽ അടുത്ത ദിവസം കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ വന്നാൽ ഈ ഭൂമി ഏറ്റെടുക്കുന്ന സ്ഥലത്ത് താമസിക്കുന്ന ആളുകൾ, ആ ആളുകൾക്ക് സംഘടിപ്പിച്ച് നിങ്ങൾ സമരം ചെയ്യുമോ? ഇതാണ് നിങ്ങൾ ഇരട്ടത്താപ്പ് നയം. എന്നുവെച്ചാൽ വികസനത്തിന് എന്നും നിങ്ങൾ എതിരാണ്.